നമ്മുടെ പൂർവികരുടെ കയ്യിൽ കൈമുതലായിട്ട് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കൈമുതലായിട്ട് അവരേത് കാട് കയറിയിട്ടും അവരുടെ കൈമുതലായിട്ട് ദൈവാശ്രയവും ദൈവത്തിന് കൊടുക്കാനുള്ള ആ ഒരു ആരാധനയും അതിനുള്ള കുടുംബ പ്രാർത്ഥനയുടെ ഒരു സമയം മാത്രമേ ഉള്ളായിരുന്നു അവരുടെ കൈമുതലായിട്ട്. അല്ലാതെ പൈസ കൈ വെച്ചോണ്ടല്ല തലമുറയിൽ 10ഉം 12ഉം വരുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരെ ആരും കുറ്റം പറയാത്ത രീതിയിൽ അവരുടെ ജീവിത പന്താവൊക്കെ തെളിച്ചു കൊടുത്തത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ പ്രാർത്ഥന എന്ന കൈമുതൽ മാത്രമേ ഉള്ളായിരുന്നു. ഒരൊറ്റ കാര്യം ഉള്ളായിരുന്നു. ഈ കുടിയേറ്റക്കാരുടെ എല്ലാ ജീവിതത്തിൽ നിങ്ങൾ ചെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഇപ്പോഴല്ലേ ജർമ്മനി, UK അതെ ഇതെന്നും പറഞ്ഞ് പോന്നേ. അതുമാത്രം ഇന്ന് അതുമാത്രം ഇല്ല, വേറെ എല്ലാം ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ഈശോ എത്ര ഗൗരവത്തോടാ പിതാവുമായിട്ടുള്ള ബന്ധത്തെ എടുത്തത്. നമുക്കും നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളുടെ സമയം എടുക്കണം. അതിനകത്ത് വെള്ളം ചേർക്കരുത്.